നമസ്കാരം. ഇന്ന് മമ്മൂട്ടിയുടെ വളരെ രസകരമായ ഗംഭീരമായ ഒരു സിനിമ കണ്ടു. ഡൊമിനിക് ആൻഡ് ലേഡീസ് പേഴ്സ്. ഒരു പേഴ്സ് തേടിയുള്ള യാത്ര ഒരു ഗംഭീര ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ആയി മാറുന്ന ഒരു സിനിമ. മമ്മൂട്ടിക്ക് ഒപ്പത്തിനൊപ്പം തന്നെ ഗോകുൽ സുരേഷ് ഉണ്ട്. ആ ഗിവ് ആൻഡ് ടേക്ക് അഭിനയ രീതി. ഇപ്പോൾ കുറച്ച് നേരത്തെ മമ്മൂക്കയുടെ ഒരു ഇൻ്റർവ്യൂ ഉണ്ട്. മമ്മൂട്ടി ചേട്ടൻ, മമ്മൂട്ടി സാറ്, മമ്മൂക്ക ഇതൊക്കെ മാറ്റി നിർത്തിയിട്ട് ഒരു അസിസ്റ്റൻ്റ് എങ്ങനെ കാണുന്നു ആ രീതിയിൽ എന്നെ കാണാവൂ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ഉണ്ട്. അതേ ഇത് തന്നെ ശരിക്ക് സിനിമ നമ്മളെ എൻജോയ് ചെയ്യിപ്പിച്ചു ഇവർ രണ്ടുപേരും. മമ്മൂട്ടിക്ക് ഒരുപാട് മാസ് എലമെൻസ് ഒക്കെ ചേർക്കാവുന്ന സിനിമയാണ്. മമ്മൂട്ടി തന്നെ ഗൗതം മേനോൻ, തമിഴ് ഡയറക്ടറാണ്, ഗൗതം മേനോനോട് പറഞ്ഞു ഇതൊരു സാധാരണ ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു സിനിമയായിട്ട് ചിത്രീകരിക്കണം എന്നുള്ള അവിടെയാണ് മമ്മൂട്ടി വ്യത്യസ്തനാവുന്നത്. മമ്മൂക്ക നമ്മുടെ ഷൈൻ ടോം ചാക്കോയുടെ ഒരു ഈ ഇൻ്റർവ്യൂ കണ്ടു. ലാലേട്ടനോടുള്ള ഇഷ്ടം കൊണ്ടാണ് ലാലേട്ടൻ സിനിമകൾ കണ്ട ഇഷ്ടം കൊണ്ടാണ് ഇപ്പോൾ മമ്മൂട്ടിയുടെ കൂടെ കുറേ സിനിമകൾ അഭിനയിച്ചപ്പോൾ ഇപ്പോൾ മമ്മൂട്ടിയോടുള്ള ഇഷ്ടം കൂടി വരികയാണ്. അതുപോലെ ഇപ്പോൾ ഈ 2020 ശേഷമുള്ള സിനിമകൾ കണ്ട്, മമ്മൂട്ടി സിനിമകൾ കണ്ട് കട്ട ലാലേട്ട ഫാനായ ഞാൻ പോലും ലാലേട്ടൻ്റെ എല്ലാ സിനിമകളും ഈയിടെ അടുത്തിറങ്ങിയ നേരൊഴികെയുള്ള ബാക്കി സിനിമകളൊക്കെ അസഹനീയമാണ്. അപ്പോൾ അതിൽ നിന്നാണ് മമ്മൂക്കയുടെ ഓരോ സിനിമകളും വ്യത്യസ്തമായിട്ട് ഇറങ്ങുമ്പോൾ അത് കാണാൻ സാധിക്കുന്നത്. അതിപ്പോൾ ഏത് സിനിമയായാലും, കാതൽ ദ കോറായാലും ടർബോ ആയാലും ഓരോ സിനിമകൾക്കും അതിൻ്റെ വ്യത്യസ്തതയുണ്ട്. അതുപോലെ ഈ സിനിമയെക്കുറിച്ച് എടുത്തു പറയുമ്പോൾ വത്സല മേനോൻ ഒരുപാട് നാളുകൾക്ക് ശേഷം അവതരിപ്പിച്ച ഹൗസ് ഓണർ, മമ്മൂട്ടി സാധാരണ സിനിമകളിൽ നിന്ന് വ്യത്യസ്തമായി കുറച്ച് സാമ്പത്തിക പ്രശ്നങ്ങളും വാടക കൊടുക്കാനില്ലാത്തതൊക്കെ ആയിട്ടുള്ള പ്രശ്നങ്ങളിലൊക്കെ പെട്ടൊഴുകുന്ന ഒരു നായകനാണ്. അപ്പോൾ ആ നായകൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന നർമ്മരസപ്രധാനമായ സംഭവങ്ങൾ, അത് അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ക്ലൈമാക്സിലെത്തുമ്പോൾ വലിയൊരു മർഡറിലേക്ക് എത്തിപ്പെടുകയും അത് കണ്ടുപിടിക്കുകയും ഒക്കെ ചെയ്യുന്ന നല്ല നായികയായിട്ട് എത്തിയ സുഷ്മിത ഭട്ട് വളരെ നല്ല പ്രകടനമായിരുന്നു. പിന്നെ അങ്ങനെ എല്ലാ കഥാപാത്രങ്ങളും മികച്ചതായിരുന്നു. ഒരു സസ്പെൻസ് ത്രില്ലർ, മമ്മൂട്ടിയുടെ അടുത്ത കാലത്ത് ഇറങ്ങിയ വളരെ വ്യത്യസ്തമായ ചിത്രം. കഥാപാത്രങ്ങൾ എല്ലാം തങ്ങളുടെ കഥാപാത്രങ്ങളോട് നീതി പുലർത്തി തിയേറ്ററിൽ വെച്ച് തന്നെ കാണേണ്ട ഒരു സിനിമ. മമ്മൂട്ടി കമ്പനി എടുത്ത എല്ലാ ചിത്രങ്ങളും സൂപ്പർ ഹിറ്റുകളാണ്. മമ്മൂട്ടിക്ക് ഇപ്പോൾ അടുത്ത കാലത്തൊന്നും ഒരു പരാജയം ഉണ്ടാവാൻ സാധ്യതയില്ല. അത്രയും സെലക്റ്റീവായിട്ടാണ് മമ്മൂട്ടി സിനിമകൾ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഡൊമിനിക് ആൻഡ് ലേഡീസ് പേഴ്സ് എല്ലാവരും തിയേറ്ററിൽ നിന്ന് കാണുക, വിജയിപ്പിക്കുക.